ഒരു കൂട്ടം ആളുകളെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞിട്ടെ. നിങ്ങൾക്ക് ഒരാള് സ്വന്തം ഗർഭം ഏറ്റെടുത്ത് അതിൽ അഭിമാനം കൊള്ളുന്നത് അന്തസ്. വേറൊരാളുടെ ഗർഭം ഏറ്റെടുത്തിട്ട് ഞാനാണ് അതിന്റെ തന്ത എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നതിനെ എന്ത് രീതിയിൽ നമുക്ക് വിളിക്കാം? അവർക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? നിങ്ങൾ പറ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളായിട്ടൊരു പേര് പറ. അവർക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? വല്ലവന്റെയും ഗർഭത്തിനെ സ്വന്തമായി ക്ലെയിം ചെയ്ത് മാസ് അടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? എനി ഐഡിയ ഗൈസ്? ശിഖണ്ഡി എന്ന് വിളിക്കോ? അത് ഇൻസ്റ്റേ സ്റ്റോറി ഇടുന്ന വേറെ കുറെ മുമ്പന്മാർ. ഓക്കെ ആൾക്കാർ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാര്യമില്ലാത്ത കാര്യമാണ്, പക്ഷെ ഞാൻ ഇതെടുത്ത് കൊടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എന്നെ നല്ലോണം അറിയാം. ഞാൻ ഒരു മനുഷ്യൻ നമ്മൾ എന്ത് പറഞ്ഞാൽ പോലും മാന്യമായിട്ട് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന ആളാ. ഞാൻ ഇന്ന് അമ്മമാരെ ഉടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. പേരെടുത്ത് തന്നെ പറഞ്ഞു ഉടുക്കും ഞാൻ. വെയിറ്റൊക്കെ അത് എൻ്റെ DC അത് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് ആദ്യം അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചോട്ടെ. എനിക്കതൊന്ന് കാണണം. എടാ 2 സ്ക്രീൻഷോട്ട് ഒന്ന് ഡിസ്കോഡിൽ ഇട്ടേടാ. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇട്ടേടാ. ഒരു മിനിറ്റ്. ജാസി ലൈവ് ആണോടാ? ജാസി ഞാനിപ്പോ ഗ്രൂപ്പിൽ ഒരു 2 സ്ക്രീൻഷോട്ട് ഇട്ടില്ല ഇന്നലെ രാത്രി. അത് എന്റെ ഡിസ്കോഡിൽ വന്നിട്ടേടാ. പെട്ടെന്നിട്ട് ഇന്നലെ രാത്രി ആയിട്ടത്. അതെ 2 എന്റെ വിസിയില് ട്രോൾസിൽ വന്നിട്ടേ. തന്തയില്ലായ്മയ്ക്ക് മുൻപ് ജനിച്ചവർ സോറി അങ്ങനെ പറഞ്ഞോടാ. ചിലപ്പോ തന്ത ഉണ്ടാവില്ല. സംസാരിച്ചോട്ടെ. ബാ സഹോദരന്മാർ, തീർന്നോ നിന്റെയൊക്കെ കഴ? ഇത് ഇട്ടവന്റെ മൈൻഡ് എങ്ങനെയാന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. തീർന്നോ നിന്റെയൊക്കെ കഴ? MRC ഉസ്മാൻ ആൻഡ് MRC ബിലാൽ ഫാറ്റ് ബോയ് ബാൻഡ് ഫ്രം സെർവർ ഫോർ 7 days. ഞങ്ങൾക്കിട്ട് ബ്രാക്കറ്റിൽ MLB. എന്ത് MLB? ഇൻസ്റ്റയിൽ അപരാധിക്കാൻ നോക്കുന്ന MRC ടോക്സിക് ഫാൻസ് കാണാൻ. എത്ര പേര് കണ്ടല്ലേ? ഞാൻ കണ്ടു. ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നീയൊക്കെ ഞാൻ കണ്ടു എന്ന് അറിയാൻ വേണ്ടി ലൈക്ക് അടിച്ചത്. മനസ്സിലായോ? ഈ സുഹൃത്തെ എടാ സ്വന്തം വേറെ ഒരെണ്ണമുണ്ട്. വെയിറ്റ് ആക്കി ഒരെണ്ണമുണ്ട്. എന്താ മോനു മെസ്സാണോ ഉദ്ദേശിച്ചത്? MRC ബിലാൽ ആൻഡ് MRC ഉസ്മാൻ ബാൻ ഫ്രം ദ സെർവർ ഫോർ 7 days. പഞ്ച് ഡയലോഗ് കൊള്ളാം, പക്ഷെ ആളറിഞ്ഞ് കളിക്കടാ കുട്ടാന്നൊക്കെ. എടാ പഞ്ചവർണ്ണ തത്തേ, എടാ MLB തത്തേ, നീ എന്തറിഞ്ഞിട്ടായി കിടന്ന് മറ്റേ കണ്ടവന്റെ ഗർഭത്തിൽ കിടന്ന് ഊഞ്ഞാലാടുന്നത്? എടാ MLB, നീ അവിടെ പേര് MRCയുടെ പേര് 4 വട്ടം എടുത്ത് വെച്ച് അപരാധിക്കുമ്പോ ആലോചിക്കണം. ചോദിക്കാനും പറയാനും നട്ടിലുള്ള ആമ്പിള്ളാർ ഇപ്പുറ സൈഡ് ഇരിപ്പുണ്ടെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ എടുത്ത് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി മരത്താൻ. മനസ്സിലായോ? ബാക്കി എല്ലായിടത്തും വലിഞ്ഞു കയറി മറ്റേ അപരാധിക്കാൻ വരുന്ന പോലെ MRCയുടെ നെഞ്ചത്തോട്ട് അപരാധിക്കാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് വല്ല ചിന്ത ഉണ്ടെങ്കിൽ അത് പൂട്ടിക്കെട്ടി 4 ആക്കി വെച്ച് നിന്റെ കുടുംബത്തിൽ കൊണ്ട് കുഴിച്ചിട്ടാ മതി കേട്ടോ. ഇവിടെ ആമ്പിള്ളാരുണ്ട് വേറെ. നീ അങ്ങ് ഉണ്ടാക്കാതെ, ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഈ ബാൻ കിട്ടിയത് നീയൊക്കെ എന്താണെങ്കിൽ മലത്തിയോണ്ടാവുന്നതാണ്. ഇത് വേറെ സിറ്റുവേഷൻ ആടാ. മലവാണമേ, എടാ IED പുണ്ടേ, ഞാൻ ഇങ്ങനെ തന്നെ പറയും. നിന്നെയൊക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ നിനക്കൊക്കെ? കാരണം അറിയാതെ ഒരുത്ത പിറ്റേ ദിവസം ബാൻ ആയെങ്കിൽ എന്റെ ചന്തി ചൊറിഞ്ഞുകൊണ്ടാന്നും പറഞ്ഞിട്ട് പോയിട്ട് വലിയ കോണാത്തിലെ സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും മാത്രമേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടാനുള്ള ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ബെയർ മിനിമം അത് എന്തിനാണ് അവർക്ക് കിട്ടിയതെന്ന് ചെറുതായിട്ടൊന്ന് തിരക്കാനുള്ള ഓളം ഇതിന്റെ അകത്ത് ഒരു ഇച്ചിരി ഇത് വേണം. മനസ്സിലായോ? അത് വേറെ സിറ്റുവേഷന് ബിലാലിനും മറ്റേ ഗൈസ് ഒരു മിനിറ്റ്, ഫാമിലി വ്യൂവേഴ്സ് എനിക്ക് ഒത്തിരി ഉണ്ട്, എന്നോട് ക്ഷമിക്കണം. എനിക്കിത് ഇവരുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മുടെ പേരങ്ങ് ഭയങ്കരമായിട്ട് മെൻഷനൊക്കെ ചെയ്ത് അവരുടെ ഡിസ്കോഡ് നെയിം മറ്റേ ബ്രാക്കറ്റിലും ഇട്ട് അവൻ്റെ ഒക്കെ ഒടുക്കലത്തെ മാസം കൊണ്ട് ഇറങ്ങുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അസ്തഫുറുള്ള ക്ഷമിക്കുന്നോട്. ഒരു 5 മിനിറ്റ് ഫാമിലി ഓഡിയൻസ് കൊച്ചുപിള്ളേരുണ്ട്, ഇച്ചിരി ഒന്ന് നിങ്ങളൊന്ന് ഇറങ്ങിക്ക്. ഞാൻ ഇപ്പം പറയാം. ഞാൻ വേണം ഒരു 5 മിനിറ്റ് തന്നാൽ മതി എനിക്ക്. ഇവനെ ഒന്ന് പറഞ്ഞോട്ടെ.
ഇത് ഏത് സിറ്റുവേഷനാണ് ബാൻ കിട്ടിയത്? ഏത് സിറ്റുവേഷനാന്ന് പറഞ്ഞോടാ നിന്റെയൊക്കെ? എടാ നിന്നെയൊക്കെ നിലത്ത് നിർത്തത്തില്ല, മനസ്സിലായോ? നിന്നെ ഒന്നും നീ നിലത്ത് നിർത്താൻ സൗകര്യമില്ല. നീയൊക്കെ നീയൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തോന്ന് വെച്ചി ഇവിടെ നീ കത്തിച്ചതിന്റെ പേരിൽ ഈ വാണങ്ങളുണ്ടല്ലോ, കത്തിച്ചിട്ട് മൊത്തം കത്തിയില്ല, മറ്റേ ഇങ്ങനെ സ്കൂട്ടർ വെള്ളം ഒഴിക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ഗോഡിനെ വിളിച്ച് റീസ്പോൺ അടിപ്പിക്കാൻ അറിയാത്തവന്മാർ എന്നെ റൂൾസ് പഠിപ്പിക്കാൻ വരുന്നു അവിടെ വെച്ച്. മൈരന്മാരുടെ ലീലാബിലാസം. മോനെ ഞാൻ ഒരുത്തനെ ഇന്ന ദിവസം വരെ എന്റെ ലൈവിൽ വന്നിരുന്നു ഇങ്ങനെ അവരാച്ചില്ല. നീയൊക്കെ അത് കേൾക്കാൻ 100% അർഹിക്കുന്നുണ്ട് കേട്ടോടാ. MLB അവന്റെയൊക്കെ MLB പേര് മെൻഷൻ ചെയ്ത് അങ്ങ് തൊലിച്ചാ മിണ്ടായിരിക്കുമെന്ന് വിചാരിച്ചോടാ. പഞ്ച് ഡയലോഗ് അടിക്കോടാ, അടിക്കും, ഇനി അടിക്കും. നീയൊക്കെ എന്തോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പോയി അങ്ങ് ചെയ്. ന്യായമില്ലാത്ത ഒരു കാര്യത്തിനും ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നീയൊക്കെ വാണിംഗ് ഫയർ പോലും ഇല്ലാതെ നീയൊക്കെ അടിച്ചു വിട്ടതിന്, വാണിംഗ് ഫയർ പോലും തരാൻ അറിയാത്ത രീതിയിൽ ബിലാലിനെ തിരിച്ചടിക്കാൻ ആച്ചാൻ അറിയാണ്ടല്ല. സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചില വാണങ്ങളുണ്ട്, ചില വാണങ്ങൾ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നും അറിയാത്ത രീതിയിൽ തോക്കെടുത്ത് വെച്ച് തലയ്ക്ക് എയിം ചെയ്ത് പൊട്ടിക്കുന്ന ചില വാണങ്ങളുണ്ട് ഈ സിറ്റിയിൽ. ഞാൻ അവരെ വാണങ്ങളെന്നേ വിളിക്കത്തുള്ളൂ. നീയൊക്കെ പോയി RP പഠിച്ചിട്ടോ. നമ്മളൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എന്നാലും പറയുക, നിന്നെയൊക്കെ കാട്ടിലും ഭേദമാണ് ഞാനൊക്കെ. നമ്മളൊക്കെ ചെറിയ എക്സ്പീരിയൻസേ ഉള്ളൂ. നീയൊക്കെ വലിയ താളം കൊണ്ട് എക്സ്പീരിയൻസിന്റെ കഥ പറയുന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ കാട്ടിലും ഒരുപാട് ഭേദമാണ് ഞങ്ങളൊക്കെ. മനസ്സിലായോ? ഇന്നലെ വന്ന പിള്ളേർക്ക് അറിയാടാ അത്. ഇന്നലെ വന്ന പിള്ളേർക്ക് അറിയാടാ വാണിംഗ് ഫയർ എന്താ വന്ന്. മനസ്സിലായോ? അത് വലിയ മാസം. അതാ ഞാൻ ആലോചിക്കുന്നത്, ഇവനൊക്കെ ഈ MLB എന്ന് പറയുന്ന എന്തോ അവൻ ഏതോ ആയിക്കോട്ടെ, അവന്റെയൊക്കെ സംസാരം ഞാൻ കണ്ടായിരുന്നു. എന്റെ പൊണ്ണവന്മാർക്ക് ആഴ്ച വല്ല മാസത്തില അല്ലെങ്കിൽ ആണ്ടില ഒരു സിറ്റുവേഷൻ കിട്ടണം. അപ്പൊ വലിയ പൊലിപ്പിച്ച് കാണിക്കുന്ന അല്ലാതെ അവനൊക്കെ എന്തേലും കാണിച്ചിട്ട് പൊലിപ്പിക്കട്ടെ. ഇത് വല്ല വേറെ എന്തോ ഇവനുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത സിറ്റുവേഷൻ അവർക്ക് ബാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാൻ കിട്ടിയ കാര്യത്തിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ആ കാര്യത്തിൽ അവരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അവർ പുറത്തിരിക്കുക. അത് കാര്യത്തിൽ നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല. നമ്മുടെ ആൾക്കാരെ ന്യായീകരിക്കുന്നേ ഇല്ല. പക്ഷെ ഈ വാണങ്ങള് അതിന്റെ പേരിൽ അതങ്ങ് അഡ്വാൻറ്റേജ് കണ്ടോ. ഞങ്ങളെ തൊട്ടപ്പോഴത്തേക്കും 7 ദിവസത്തേക്ക് തന്നെ പാടാ പുണ്ടേ എന്നെ പറയും. അവന്റെ ഒക്കെ ഒടുക്കത്തെ സ്റ്റോറിയും കോപ്പും കൊണ്ട് ഇനി മേലെ MRന്റെ പേരും പറഞ്ഞ് കുണച്ചു കഴിഞ്ഞാൽ ഇനിയും മേടിക്കും നീയൊക്കെ. ഈ അവരാതെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം കേട്ടോ. ഒരു മിനിറ്റ്, ഇതൊന്ന് കാണിക്കണം. അതിന് വേണ്ടിട്ട് അവന്റെ ഒക്കെ പേര് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് നോക്കി വെച്ചോ. നിനക്കൊന്നും ഇനി ഒരു പറയും തരാൻ താല്പര്യമില്ല എനിക്ക്. അത് വിട്ട് ഗൈസ്, ലെറ്റ്സ് കം ബാക്ക് ടു ദ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം ഗൈസ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാണ്. VNV അല്ല. ഇനി നാളെ പോയിട്ട് ഇനി ഇത് ഞാൻ VNV പറഞ്ഞെന്ന് പറഞ്ഞിട്ടാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരെയാ പറഞ്ഞതെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. കണ്ടന്റ് വെട്ടിയിടുന്നവന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ഈ പറഞ്ഞത് VNV അല്ല. VNV പറയാൻ പോകുന്നതേ ഉള്ളൂ. വെയിറ്റ്, you have chance. Yeah. സ്പാം ചെയ്തു തുടങ്ങി. പഴം തന്തയില്ലായ്മ വലിയ കുഴപ്പമാണല്ലേ മാക്കെ. എടാ പോട്ടെ അത് വിട്ട്, നമ്മളത് വിട്ട് ലീവ് ചെയ്ത് വിട്. ഇനിയും കൊടുക്കാം. വെയിറ്റ് ആക്കും. ചൊറിഞ്ഞത് ആരെയാന്ന് നല്ലോണം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ഇരിക്കാനായിട്ട്. ചൊറിഞ്ഞവന്മാരും ചൊറിഞ്ഞോണ്ടിരിക്കുന്നവന്മാരോടും എല്ലാം കൂടെ എനിക്ക് പറയാനുള്ളത്, അറിയാത്ത ആൾക്കാരൊന്നും അല്ല. നമ്മളെയൊക്കെ നല്ല രീതിക്ക് നമ്മളോടൊക്കെ നല്ല സ്നേഹബന്ധമുള്ള ആൾക്കാരും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് പുറത്ത് ആരോടും ഒരു കയറ്റുമില്ല. ഗെയിമിനകത്ത് ഇനി അതുപോലെ ഉള്ളൂ. പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് നിങ്ങളോട്, RPക്കകത്ത് എന്ത് സംഭവിക്കുന്നു, ഞാൻ F8 ക്വിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതവിടെ വിടും. മനസ്സിലായി? ഞാനതവിടെ വിട്ട് ഈ MLBയുടെ വിഷയത്തിനെ പറ്റി ഇന്നലത്തെ ലൈവ് എനിക്ക് വേണമെങ്കിൽ നിന്നോട് സംസാരിക്കായിരുന്നു. ഞാൻ സംസാരിച്ചതേ ഇല്ല. പക്ഷെ എനിക്ക് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അവന്മാർ തൊലിച്ചിട്ട സ്ക്രീൻഷോട്ടാ. അത് RPക്ക് പുറത്തിട്ടത് മോണ്ടേജ് ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഗ്യാങ്ങും അപ്പൊ ഡെയിലി എന്റെ ഗ്യാങ്ങിന് അടിച്ച് ആ മോണ്ടേജിലുണ്ട്, ഞാൻ പോയിട്ടൊരു മരണമാസം കുണച്ച സ്റ്റോറി ഇടാന്ന് പറഞ്ഞിട്ട് ഇടുവോ? എടാ പോയി വല്ല മുരിക്കാണ് എന്താ അതിന്റെ പേര്, മുള്ളുള്ള മരം എന്തായിരുന്നു, മുരിക്ക്. അത് കയറിയിട്ട് ഒരു 10 പ്രാവശ്യം മുള്ളു നാട്ടിറങ്ങും. നിങ്ങൾക്ക് അത്ര കഴപ്പാണ്. തൊണ്ടനെ വെള്ളം പറ്റി കൊണ്ടാടാൻ. നീയൊക്കെ എനിക്ക് തൊണ്ട ഉണ്ടാക്കി തരുമോ ഇനിയും?